എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൺ ഇപ്പോൾ 25,000 സബ്സ്ക്രൈബേഴ്സ് കടന്നിട്ടുണ്ട്. അപ്പോൾ ഈ സന്തോഷാവസരത്തിൽ നിങ്ങളോടെല്ലാവരോടും ഞാനൊരു മധുരത്തിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് ചോക്ലേറ്റ് ഐസ്ക്രീം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 300 ml ഡബിൾ ക്രീം അല്ലെങ്കിൽ ഹെവി ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് 40% ഫാറ്റുള്ള ക്രീമാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 300 ml ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. 180 ml ആണ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കൊക്കോ പൗഡറാണ്. 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. കണ്ടൻസ്ഡ് മിൽക്കിൽ മധുരം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഐസ്ക്രീം ആക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ വലിയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഹെവി ക്രീം ചേർത്ത് കൊടുത്തു. ഹെവി ക്രീം നന്നായിട്ട് തണുത്തിരിക്കുന്നതാണ്. പാത്രം കൂടി നന്നായിട്ടൊന്ന് തണുപ്പിച്ചാൽ ക്രീം പെട്ടെന്ന് ഉരുകി പോവില്ല. അപ്പോൾ ക്രീം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിഫ് പീക്സ് വരുന്നിടം വരെയാണ് ബീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഹാൻഡ് മിക്സർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കിതില്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇതേപോലെ ചെയ്യാവുന്നതാണ്. മിക്സിയുടെ ജാറിൽ ചെയ്യുമ്പോൾ മിക്സി ജാറ് അധികം ചൂടായി പോകാതെ നിർത്തി വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ചൂടായി പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ക്രീം അങ്ങ് ബട്ടറായി പോകും. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഓവർ ബീറ്റിംഗ് പാടില്ല. കറക്റ്റ് പരുവത്തിന് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ സ്റ്റിഫ് പീക്സ് ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തു. കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ബീറ്റർ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൊക്കോ പൗഡർ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം ബീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ഏകദേശം എല്ലാം ഭാഗത്തേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീറ്റിംഗ് നിർത്തി. നമ്മുടെ ഐസ്ക്രീം നല്ല പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മളിതൊരു സ്പാറ്റില വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാനൊരു ചോക്ലേറ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. വേഫേഴ്സ് കൂടിയുള്ള ഒരു ചോക്ലേറ്റാണ്. അപ്പോൾ ഒന്നുകൂടെ നല്ലതാണ്. അതുകൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലേക്ക് ഞാനിപ്പോൾ മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ മൊത്തം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്പാറ്റില വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. സാധാരണ നമ്മൾ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുമ്പം ഐസ് ഫോം ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി നമ്മളൊരു അടപ്പം വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെക്കുക. ഇതിനി ഫ്രീസറിൽ 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഒന്ന് ഫ്രീസ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്കൂപ്പ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇതിപ്പം ഐസൊന്നും ഫോം ചെയ്തിട്ടില്ല. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ പ്ലാസ്റ്റിക് റാപ്പ് ഇട്ടുകൊണ്ടാണ്. ഇനി ഇത് സ്കൂപ്പ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ വളരെ സോഫ്റ്റാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടെക്സ്ചറിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതിൽ നിങ്ങൾക്ക് കൊക്കോ പൗഡർ ഇടണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ വാനില ഫ്ലേവറിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടും. അപ്പോൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഐസ്ക്രീമിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉണ്ടാകും. വളരെ ഈസി അല്ലേ ഇത് തയ്യാറാക്കിയെടുക്കാൻ.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഐസൊന്നും ഫോം ചെയ്തിട്ടില്ല. അപ്പോൾ ഐസ്ക്രീം മെഷീനോ മറ്റ് ഇതൊന്നും ഇല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഐസ്ക്രീം തയ്യാറാക്കി എടുത്തു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് കഴിക്കുന്ന ഒരാൾ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയാന്ന് പറയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.